സാറേ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽപ്പുണ്ട്. ഇപ്പോ എല്ലാവർക്കും വലിയ ആശങ്കയാണ്. ശബരിമല വിഷയം നിൽക്കുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ വിഷയം നിൽക്കുന്നുണ്ട്. ഇത് നിൽക്കുന്നത് BJP മാത്രമാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇത്തവണ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വരുമോന്നറിയില്ല. കാരണം 9ഉം 11ഉമാണ് ഡിസംബർ. ഇനിയും ദിവസം കിടപ്പുണ്ട്. എങ്കിലും അപ്പൊ ഈ രണ്ടുപേരും പ്രതിസന്ധിയിലാണ്. ഇടതും വലതും വല്ലാത്ത പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. ശബരിമലയെ മറയ്ക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് മറയ്ക്കാനായി ശബരിമല, ഇങ്ങനെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് മുതലെടുപ്പുകൾ BJP നടത്തുന്നുണ്ട്. കാരണം അവരെ നിലനിൽപ്പിന്റെ കൂടി ആവശ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? അല്ല, ധന്യ ഒരു തിരുവനന്തപുരം നായരാണല്ലോ, പറയൂ. തിരുവനന്തപുരത്തും തുടങ്ങാം. അവിടെ ആർക്കായിരിക്കും വിജയസാധ്യത? എങ്ങനെയുണ്ട് ഒരു മാറ്റം? തിരുവനന്തപുരത്തിന്റെ ഒരു പൾസ് എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാണുന്നത്? തിരുവനന്തപുരത്തെ സംബന്ധിച്ച് സാധാരണ ഇടതിനും BJPക്കുമാണ് കുറച്ച് നേട്ടം കൂടുതലുള്ളത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെയൊക്കെ അവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാർ, അവിടെ വ്യക്തികൾക്കാണ് കുറച്ച് കൂടുതൽ പ്രാധാന്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ വ്യക്തികളെ കുറച്ചുകൂടി കണക്കിലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് എനിക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ തോന്നുന്നത്. കാരണം ഒരു വാർഡില് ഒരു മെമ്പർ വിളിച്ചാൽ എല്ലാ ആവശ്യത്തിനും വരുമോ? കഴിഞ്ഞ തവണ നമ്മൾ റോഡ് വേണമെന്ന് പറഞ്ഞു. ഇലക്ഷന്റെ തലേദിവസമെങ്കിലും അയാൾ റോഡ് കൊടുത്തു, അയാൾക്കൊരു വോട്ട്. ഈ തരത്തിലേക്ക് ആളുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് അങ്ങനെ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണ കോർപ്പറേഷൻ പിടിക്കണമെന്നൊക്കെ വെച്ച് BJP വലിയ, കഴിഞ്ഞ തവണയും 2ാം സ്ഥാനത്ത് പോയല്ലോ BJP. അപ്പൊ ഇത്തവണയും BJP അത്തരം വലിയ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തവണ തിരുവനന്തപുരം BJPക്കൊപ്പമായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. എല്ലാവർക്കും അവിടെ അങ്ങനെയാ തോന്നുന്നത്. തിരുവനന്തപുരം മൊത്തം ഒരു നായർ പിതൃഭൂമിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പറയണ ഇപ്പൊ ഇക്കോസിസ്റ്റം ഒക്കെ മാറി, ഡെമോഗ്രാഫി മാറി. അവിടെ ഇപ്പോൾ എല്ലാത്തരം പോപ്പുലേഷനും എല്ലാ തരത്തിലുള്ള ജനസംഖ്യയും അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ദൃശ്യമോ. പക്ഷേ എങ്കിലും അവിടുത്തെ വോട്ടെണ്ണൽ തീരുമാനിക്കുന്നത്, വോട്ടിലെ കോർപ്പറേഷൻ്റെ കാര്യം തീരുമാനിക്കുന്നത് അവിടെ ഭൂരിപക്ഷം വരുന്ന നായന്മാർ തന്നെയായിരിക്കും. വട്ടിയൂർക്കാവ്, പൂജപ്പുര, ശാസ്തമംഗലം എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ ഒരു 30 വർഷക്കാലമായിട്ട് ശ്വസിക്കുന്ന വായു ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ നിശ്വാസങ്ങളൊക്കെ എനിക്കറിയാൻ കഴിയും. അവിടെ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ വരുന്ന സമയത്ത് BJP എന്ന് പറയുന്നത് തിരസ്കരിക്കപ്പെട്ട, തീണ്ടലും തൊട്ടുകൂടായ്മയും ഉള്ള ഒരു പാർട്ടിയാണ്. അങ്ങോട്ട് അടുപ്പിക്കാത്ത BJP സ്കോണായിരുന്നു, ഒരു പുച്ഛവും പരമപുച്ഛവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ 30 വർഷം കൊണ്ട് സ്ഥിതിഗതികളാകെ മാറി. BJP എന്ന് പറയുന്നതിനെ നരേന്ദ്രമോദിയുടെ 2014 വരവോടുകൂടി വളരെ ഗൗരവമായിട്ടും ഇത്രയും മിടുക്കനായിരുന്നു ഇദ്ദേഹം, ഇങ്ങനൊരാളിനെയാണ് വേണ്ടതെന്നൊരു തോന്നലും ഒക്കെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ആ രാജ്യത്തിന് സംഭവിച്ചുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു പരിച്ഛേദം തിരുവനന്തപുരത്തിന് സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ പ്രകടമാണ്. കോൺഗ്രസിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാർ പലരും, കരയോഗ അംഗങ്ങളായിരുന്ന പലരും പതുക്കെ ചൂടുമാറ്റി BJP കൊള്ളാം എന്നൊരു തോന്നലിലേക്ക്, BJP ആണ് ഉള്ളതിൽ ഭേദം, നല്ലതെന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു പരിണാമത്തിലേക്ക്, അതൊരു ട്രാൻസ്ഫർമേഷനാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഒരു ട്രാൻസ്ഫർമേഷനാണ്. ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത ക്രമപ്രവൃത്തമായിട്ടുള്ളൊരു വളർച്ച. അങ്ങനെ പെട്ടെന്ന് കയറിയ ഒരു വളർച്ചയല്ല. മറ്റു സംസ്ഥാനങ്ങളിൽ BJPക്ക് ഉണ്ടായ വളർച്ച അങ്ങനെയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന വളർച്ച ഇങ്ങനെ ക്രമപ്രവൃത്തമായിട്ടുള്ള വളർച്ചയാണ്. അതിന് ഒരു ഗൗരീശങ്കര ശിഖരമായി തീരുന്നത്, അതിൻ്റെ ഒരു സെനിത്തായിത്തീരുന്നത് പോലെ ഈ പ്രാവശ്യത്തെ വോട്ടേഴ്സ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അടിമുടി ജൻസിയാണ്. QR കോഡ് വെച്ച വോട്ടേഴ്സ് സ്ലിപ്പാണ് കേരളത്തിലെ ആകമാനം BJP വിതരണം ചെയ്യുന്നത്. യുവാക്കളെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതെ, ഒന്നാമത്തെ QR കോഡ് നമ്മൾ തുറക്കുമ്പോൾ നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. BJPക്ക് നിങ്ങൾ ഭൂരിപക്ഷം കൊടുത്താൽ ഞാൻ നേരിട്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി വന്ന് ഏർപ്പെടും, കേരളത്തെ വികസിപ്പിക്കുമെന്ന് നരേന്ദ്രമോദിയുടെ ശബ്ദമാണ് ഒന്നാമത്തെ QR കോഡ്. മനസ്സിലാവും. ഇന്ന് വരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പരീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ നൂതനമായിട്ടൊരു സരണിയിൽ കൂടിയാണ് അവരുടെ വോട്ടേഴ്സ് സ്ലിപ്പ് സഞ്ചരിക്കുന്നത്. രണ്ടാമത്തെ QR കോഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ബൂത്തുണ്ടല്ലോ, നിങ്ങൾ വോട്ട് ചെയ്യേണ്ട ബൂത്തിലേക്ക് നിങ്ങൾക്കുള്ള വഴിയാണ് കാണിച്ചു തരുന്നത്. കാരണം ഈ വോട്ടേഴ്സ് സ്ലിപ്പിലേക്ക് ബൂത്തിൻ്റെ പേരുണ്ടല്ലോ, ആ ബൂത്തിലേക്കുള്ള വഴി
ബൂത്തിലേക്കുള്ള വഴി, വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്ന പോലെ ബൂത്തിലേക്കുള്ള വഴി അത് വളരെ പ്രസക്തമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇപ്പം എല്ലാവരും ഗൂഗിൾ ഉപയോഗിച്ചേ പോകാറുള്ളൂ. തൊട്ടടുത്ത സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നത് ഗൂഗിൾ ഉപയോഗിച്ച്, അല്ലാത്തപ്പോഴല്ല ഇതിനകത്ത് ഇങ്ങനെ അതോ വാമനായിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കുകയല്ലേ, അപ്പൊ വഴിയൊന്നും കാണില്ല. അപ്പൊ ഇത് നോക്കി എല്ലാം ടെക്നോളജിക്കൽ ആയിട്ടുള്ള പ്രത്യേകിച്ച് ന്യൂജൻ പിള്ളേര്, പണ്ടത്തെ ആളുകൾക്ക് പിന്നെ വഴി അറിയാം. മറ്റേ പിള്ളേർ എപ്പോ നോക്കിയാലും ആരാ വന്നേ, എന്താ വേണ്ടേ, ഇതിന്ന് കണ്ണെടുത്തിട്ടല്ലേ ആരാ എന്താന്ന് അറിയേണ്ടത്. സാർ വലിയൊരു സമസ്യയാണ് നമ്മളെ ബാധിക്കുന്നത്. നമ്മളിപ്പോ നാട്ടിൻപുറത്ത് പോയി ഒരു വീട് ചോദിച്ചു, തൊട്ടപ്പുറത്തെ വീടായിരിക്കും, പയ്യനോട് ചോദിച്ചാൽ അറിയില്ലെങ്കിൽ എന്ന് പറയും. മനസ്സിലായില്ലേ? പണ്ടൊക്കെ ഇങ്ങനല്ല, നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ വീടല്ലയോ, അവിടെ കഥകളി ക്ലബിലെ അംഗമല്ലയോ, അവന്റെ വീട്, അത് ശരി, അവനെ ഉണ്ടോന്ന് അല്ലേ, അവൻ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഉച്ചയാകുമ്പോ അവനൊരു കഥകളി ഭ്രാന്തുണ്ട്, ചിലപ്പോ പോയി കാണും. എന്തായാലും വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കും. അതാണ് നാടൻ നന്മ. നാട്ടിൻപുറം നന്മകൾ സമർത്ഥം എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുന്നത്. അത്തരം ഒരു നന്മയുള്ള സ്ഥലം ഇന്നിപ്പോൾ നന്മയുണ്ട്, നന്മയെല്ലാം കാണുന്നത് അവര് നന്മയായാലും കൊള്ളാൻ തരും, എന്തുവാ കാണുന്നതെന്ന് നമുക്കറിയത്തില്ല, ഇതിനകത്ത് കൂടാണ് എല്ലാം കണ്ടു. ആ ജൻസിക്ക് പറ്റിയ സാധനം BJP അവരുടെ കൈകളിലെത്തിക്കുക, വിരലുകളിലെത്തിക്കുക. മനസ്സിലായില്ലേ? വേറെ ഒരു പാർട്ടി വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കാരണം പുതിയ തലമുറയുടെയും കുറച്ചുകൂടി ഒരു 90s 80s 90s 20 ആ മൊത്തം 21 മുതൽ ഉള്ളവർക്ക് ഈ മൊബൈലിന്റെ കാര്യത്തെ കുറിച്ച് കൂടുതൽ അറിയാം. അപ്പൊ അതിനെ മൊത്തം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോക്ക്, അത് അവരുടെ ആസ്പിറേഷൻസിന് അനുയോജ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ. രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കണം ഇതിന്റെ ആസൂത്രണം. ആ BPL ടെക്നോളജിയുടെ ആളല്ലേ, ആ രീതിയിലേക്ക് കൊണ്ടുപോകാം. ഇനിയും നമ്മൾ പ്രധാന കാര്യം തിരുവനന്തപുരം മാത്രമല്ലല്ലോ, കേരളം അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില് CPM-നേറ്റ കടുത്ത ആഘാതം, കനൽ ഒരു തരി മാത്രമേ കിട്ടിയുള്ളല്ലെന്ന് ആലപ്പുഴയിൽ നിന്ന്. അത് അവർക്ക് വലിയൊരു വിഷണ്ണരായി. അതിൻ്റെ സമസ്ത വീര്യവും അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ അവർക്ക് ഉണർത്ത് എണീക്കാൻ കഴിഞ്ഞ അവസരമാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ്. അന്ന് അവർ വൻ നേട്ടം കൊയ്തു. 86 മുനിസിപ്പാലിറ്റികളിലാണ് ഒരു ഇടിവുണ്ടായത്. 45 ഇടതിന് കിട്ടി. UDF 35 ഇടത്ത് ആണ് കിട്ടിയത്. അവിടെയാണ് വലിയൊരു ഗ്യാപ്പ് വന്നത്. UDF-ന് 1173 കൗൺസിലർമാരും LDF-ന് 1167 കൗൺസിലർമാരും NDA-ക്ക് 320 കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണിത്. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ 2020 ആ മിന്നുന്ന വിജയം ഒരു കാരണവശാലും CPM-നും അതിൻ്റെ മുന്നണിക്ക് നേടാൻ കഴിയില്ല. അതിന് തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശബരിമല മുതലായ വിഷയങ്ങളിലെ ഹിന്ദു വോട്ടുകളിൽ ഗണ്യമായ വിഭാഗം CPM-ന് ഈ പ്രാവശ്യം, എന്ന് പറഞ്ഞാൽ CPM കേഡറുകളല്ല, നിശബ്ദ ഭൂരിപക്ഷം CPM-ന് കൊടുത്തുകൊണ്ടിരുന്നവർ മാറിക്കൊള്ളു. അതിലൊരു ഭാഗം UDF-ന് പോയേക്കാം. പക്ഷേ അതിലെ ഭൂരിഭാഗവും BJP സമരമൊന്നും നടത്തിയില്ലെങ്കിലും പോകാൻ പോകുന്നത് BJP-യിലേക്കാണ്. കാരണം ഇനി നാളെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ തൊഴിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവും, പഠിക്കാൻ നാട് വിട്ടു പോകേണ്ട എന്നൊക്കെയുള്ള ഈ PM-3 പദ്ധതിയിലൂടെയും അതുപോലെ 2047 വികസിത കേരളം, വികസിത ഭാരതം എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളിലൂടെയും BJP ആളുകളെ അവർക്ക് പറയുന്നത് ചെയ്യും എന്നൊരു തോന്നലും വന്നു. അപ്പോൾ ആ വോട്ടുകൾ കൂടുതലും പോകുന്നത്, സ്പ്ലിറ്റ് വോട്ടുകൾ കൂടുതലും പോകുന്നത് BJP-ക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ BJP മിന്നും ഈ തെരഞ്ഞെടുപ്പിൽ, കോൺഗ്രസ് നേടും, CPM മങ്ങും. എന്ന് പറഞ്ഞാൽ ഇൻ കമ്പാരിഷൻ 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് CPM മങ്ങുമെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം. ആ ഒരു നേട്ടം, വൻ നേട്ടമായിരുന്നു അത്. അതുകൊണ്ടാണ് അവർക്ക് ആവേശം ഉൾക്കൊണ്ട് മറ്റു തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞത്. മനസ്സിലായോ? അത് ഈ പ്രാവശ്യം ഉണ്ടാവില്ല, സംശയമില്ല. അത് ഞാൻ എഴുതി തരാം. BJP കുറെ കൂടി വോട്ടുകൾ നേടും. ഈ കോർപ്പറേഷൻ വർദ്ധിപ്പിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ 99% പിടിക്കും. 1% ഞാൻ അതിന് സംശയം മാറ്റിവെക്കുക. അങ്ങനെയുള്ള സംഭവത്തിലേക്കാണ് BJP പോകുന്നത്. ഒരു സംശയമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. ഇതൊരു സർവേ അല്ല, സർവേ നിരോധിച്ചിരിക്കുകയാണ് ഈ സമയത്ത്. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായം മാത്രമാണെന്നുള്ളതും കൂടി ഞാൻ ആണയിട്ട് പറയുന്നു.